ഹായ്, ഞാനേ പീനട്ട് ബട്ടറിൻ്റെ മരം കാണിച്ചു തരാവേ. ഭയങ്കര വലുതൊന്നുമല്ല, എന്നാലും ഇപ്പോഴാണ് കേട്ടോ ഇങ്ങനെ തഴച്ച് അടിപൊളിയായിട്ട് വളർന്നു വരുന്നത്. അപ്പോൾ ഇതിനകത്ത് പൂ ഞാൻ കാണിച്ചു തരാം. ഒത്തിരി പൂക്കും കായ്ക്കും, പക്ഷേ ഒന്നുപോലും പഴുത്ത് കിട്ടാറില്ലായിരുന്നു. ഒരു കായപ്പോൾ എവിടെയോ നിൽക്കുന്നത് കണ്ട് ഞാൻ ഇതിൻ്റെ പൂവിൻ്റെ കളർ ഞാൻ കാണിച്ചു തരാം. ആണ്ട ഇതാണേ, ഉണ്ടോ, ഇതാണ് എൻ്റെ പൂവ്. കായ സ്റ്റാർട്ടിങ് നിന്നുണ്ട് ഇങ്ങനെ വരും. ഒരു ചുമന്ന കായ ഇവിടെ നിൽപ്പുണ്ടായിരുന്നുണ്ടോ, അത് ഇളകി കിടക്കുന്നുണ്ട്. ഇത് നമുക്ക് കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയാണെന്നൊരു ടേസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനൊരു കാര്യം കൂടെ പറയാവേ. ഒരു പുള്ളിക്കാരൻ സ്ഥിരം നമ്മുടെ മെസ്സഞ്ചറിൽ മെസ്സേജ് അയക്കുകയും അതുപോലെ തന്നെയാണ് നമ്മുടെ വീഡിയോസിനൊക്കെ അത്യാവശ്യം നല്ല സപ്പോർട്ടും തരുന്നൊരു വ്യക്തിയാണ്. എന്നും പറഞ്ഞിട്ട് കമൻസ് ഇങ്ങനെ മെസ്സഞ്ചറിൽ വരും. ജസ്റ്റ് ചിലപ്പോൾ ജസ്റ്റ് ഞാൻ ഓപ്പൺ ആക്കിയാലാക്കി എന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം. അതാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഒരു ദിവസം മെസ്സഞ്ചറിൽ ഞാൻ സാധാരണ മെസ്സേജ് വായിച്ചില്ല, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തപ്പോൾ ഒരു കമൻറ്റ് ഇങ്ങനെ വന്നു. ഞാനിവിടെ സൈഡിൽ കൊടുത്തേക്കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി മനസ്സിലായി. എന്താ പ്രശ്നമാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഒരാൾ സന്തോഷമായിട്ട് ഇരിക്കുന്നത് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് എൻ്റെ ഒരു ഡൗട്ട്. എന്താ പറയുക, ഒരിക്കലും റീലല്ല ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരിക്കലും നമ്മൾ കാണുന്ന ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് വീഡിയോസ് അല്ല ജീവിതം. ഈ റീലിൽ കാണുന്ന അല്ലെങ്കിൽ ഞാനിടുന്ന ഷോർട്സിൽ കാണുന്ന ഞാനല്ല ഞാൻ. അത് എന്നെ മനസ്സിലാക്കിയും എന്നെ അറിയുന്നവർക്കും അറിയാം ഞാൻ എങ്ങനെയാണെന്നും. കാരണം എനിക്കൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ ഞാൻ തുറന്നടിച്ച് പറയുന്നൊരു കൂട്ടത്തിലുള്ള ഒരാളാണ്. അത് നാളത്തേക്ക് മാറ്റി വെക്കുന്ന സ്വഭാവം എനിക്കില്ല. ഞാൻ പറയേണ്ട കാര്യം പറയേണ്ട സമയത്ത് സ്ട്രെയിറ്റായിട്ട് ഞാൻ പറഞ്ഞിരിക്കും. അതാണ് എൻ്റെ ഒരു രീതി, അതാണ് കേട്ടോ. അപ്പോൾ പറഞ്ഞു തന്നെന്താ, ആണ്ടെ ഇതിൻ്റെ തീർപ്പ് ഇതാണ് കേട്ടോ. എൻ്റെ ഒരു രീതി അതാണ്. പിന്നെ ഇത് നമ്മുടെ മംഗോസ്ട്രീയുടെ ചെറിയൊരു മരമാണ്. ഇത് കായ്ച്ചു തുടങ്ങിയതില്ല. ഞാൻ എൻ്റെ മക്കളോടും, അതായത് അപ്പുമോനോട് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, മോനെ, നീ എന്തെങ്കിലും ഇപ്പോൾ സ്കൂളായാൽ പോലും നീ ഒരു കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ അത് നിവർന്ന് നിന്ന് ടീച്ചറെ അല്ലെങ്കിൽ സാറേ ഞാൻ ഇന്ന കാര്യം ഞാൻ ചെയ്തിട്ടില്ല, ആ കുട്ടിയാണ് ചെയ്തത്, അല്ലെങ്കിൽ ഞാൻ ചെയ്തു സാറേ, ഞാനാണത് ചെയ്തത്, ഞാൻ എപ്പോഴും മോനോടായിരുന്നാലും പറയുന്നൊരു കാര്യമാണ്, നീ ചെയ്താലും ഒരു തെറ്റ് ചെയ്താലും ചെയ്തില്ലെങ്കിലും അത് നിവർന്ന് നിന്ന് പറയാനുള്ള ധൈര്യം വേണം. ആരുടെ മുമ്പിലും തല കുനിച്ച് നിൽക്കരുത്. കാരണം നമ്മൾക്ക് പറയാനുള്ള സ്റ്റാൻഡ്, അത് അപ്പനോടായിരുന്നാലും അമ്മയോടായിരുന്നാലും, അമ്മ ഞാനത് ചെയ്തിട്ടില്ല, മറ്റൊരാളാണ് ചെയ്തത്, അല്ലെങ്കിൽ അമ്മ ഞാനത് ചെയ്തില്ല, അനിയത്തി, ഇവർ 2 മക്കളാണ് എനിക്ക്, അപ്പോൾ അമ്മ അവളാണ് ചെയ്തത്, അനിയത്തിയാണ് ചെയ്തതെന്ന് പറയാനുള്ള ധൈര്യം വേണം. ആരെയും പേടിച്ച് നിൽക്കേണ്ട കാര്യമില്ല. ഒരാളെ പോലും നമുക്ക് പറയാനുള്ള അഭിപ്രായം തുറന്നടിച്ച് പറയണം. അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനാണത് ചെയ്തത് അല്ലെങ്കിൽ ഞാൻ ചെയ്തില്ല എന്ന് പറയാനുള്ള ധൈര്യം വേണം. അതുപോലെയാണ് ഞാൻ കേട്ടോ. അങ്ങനെ മെസ്സഞ്ചറിൽ വന്ന കമൻസിന് ഞാൻ റിപ്ലൈ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഞാൻ ഇടുന്നത് എൻ്റെ കാഴ്ചപ്പാടിലുള്ള ഐഡിയാസ് ഒന്നുമല്ല ഇടുന്നത്. ഞാൻ ചിലപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഇരിക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ തോണ്ടി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ കാണുന്ന എന്തെങ്കിലും ഒരു ഇത് എനിക്ക് ഇഷ്ടപ്പെടുവാണെങ്കിലും അതുപോലെ നമുക്കൊരു വ്യൂസ് കിട്ടുന്ന നമുക്കറിയാമല്ലോ. നമ്മുടെ ചാനലിലിടുമ്പോൾ നമുക്കൊരു വ്യൂസുള്ള പോയിൻ്റ് അതാണ്. അത് ഞാൻ എടുത്തിടാറുണ്ട്, സത്യമായ കാര്യമാണ്. അത് മാത്രമാണ് ഇടുന്നത്. അല്ലാണ്ട് അതിൽ റീലിട്ട് കാണുന്ന വിഷമങ്ങളും അല്ലെങ്കിൽ അത് വായിക്കുമ്പോൾ കിട്ടുന്ന ഫീലൊന്നും അല്ല. അയാൾക്ക് ഞാനത് മെസ്സേജ് ഇട്ടു, സഹോദര, ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കാണുന്നതാണ്, ഞാനെടുത്ത് ടൈപ്പ് ചെയ്ത് ഒരു വീഡിയോ എടുത്തിട്ട് അതിനകത്ത് ടൈപ്പ് ചെയ്ത് ഇടുന്നതേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഏണിങ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ്. ആ പുള്ളിക്കാരൻ ബ്ലോക്ക് ചെയ്തിട്ട് പോയിന്നേ. ഞാൻ ചിന്തിക്കുകയാണ്, ഒരാൾ സന്തോഷമായിട്ടിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടുന്നില്ലേ? ഒരാൾക്കൊരു പ്രശ്നമില്ല എന്നറിഞ്ഞപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ട് പോകാൻ മാത്രമാണോ? എന്തൊരു മനുഷ്യരാണെന്ന് ഞാൻ ചിന്തിച്ചു. കാരണം
എല്ലാവരും ചിന്തിക്കുക അവരൊരു സന്തോഷമായിട്ടിരിക്കട്ടെ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഇല്ലാണ്ടിരിക്കട്ടെ എന്ന് ചിന്തിക്കേണ്ട അടുത്ത് ഈ പുള്ളിക്കാരൻ എനിക്കൊരു പ്രശ്നമില്ല, ഒരു വിഷമവും ഇല്ല, വെറുതെ ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ട് പോയി. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത്, കാരണം എന്തോ എനിക്കൊന്ന് പറയണമെന്ന് തോന്നിയായിരുന്നേ, ഒരാളെയും നമ്മൾ ഇപ്പോൾ ഫോണിൽ ഒരു റീൽ ഇട്ടെന്ന് പറഞ്ഞാൽ അതുപോലെ ആ വ്യക്തി അങ്ങനെയാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. അതാണ് ഫസ്റ്റ്. വേണമെങ്കിൽ പറയാം, റീലല്ല റിയൽ ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാമല്ലോ. റീലിൽ കാണുന്നതോ ഫോണിൽ കാണുന്നതോ ഒന്നുമല്ല. അതുപോലെ പുസ്തകങ്ങളിൽ നിന്നും പഠിക്കുന്നതൊന്നുമല്ല പാഠങ്ങൾ. നമ്മൾ ജീവിതത്തിൽ നേരിട്ട്, അതായത് ജീവിച്ച് അനുഭവിച്ച് പഠിക്കുന്നതാണ് എപ്പോഴും പാഠങ്ങൾ. എന്തോ എനിക്ക് ഇത്രയും പറയാൻ തോന്നിയിട്ടാണ്. അപ്പോൾ പുതിയ ഡേറ്റ് കാണുന്നവരെ ബൈ ബൈ.